യേശു അത് കേട്ടിട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. പള്ളിപ്രമാണികളിൽ നിന്നും ചിലർ, പരീശന്മാർ, ശാസ്ത്രിമാർ ഒക്കെ യേശുവിനെ കാണാൻ വന്നു. യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് അവർ കണ്ടു. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു എന്താണ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരിക്കുന്നത്? യേശു അവരോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് പകൽ നാം കേട്ട വചനം. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ചിലരെ പാപികളെന്ന് വിളിക്കുകയാണ്. ചുങ്കക്കാരോടും പാപികളോടും കൂടെയാണല്ലോ യേശു ഇരിക്കുന്നത്. അവർ തങ്ങളെ തന്നെ നീതിമാന്മാരാക്കുകയാണ്. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ കുറ്റം കണ്ടെത്തുകയും ചെയ്യുകയാണ്. ഇനി വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ഈ ഭൂമിയിലെ ഒരു കോടതി മുറിയിൽ നിന്നിട്ടുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ പോലീസ് അധികാരികൾ വന്ന് നിങ്ങളെ വിലങ്ങണിയിച്ചിട്ടുണ്ടാകണമെന്നില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടാകണമെന്നില്ല. അങ്ങനെ പിടിക്കപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ നടുവിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരെ, വിധിക്കപ്പെട്ടവരെ ഒക്കെ പാപികളെന്ന് വിളിക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ നടുവിൽ ഇങ്ങനെയുള്ള വിധികളൊന്നും ലഭിക്കാതെ മാന്യതയോടെ ജീവിക്കുകയും ചെയ്യുന്നവരെ രണ്ട് തട്ടിലാക്കി ജനം കാണുന്നുണ്ട്. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ചിലരെ പാപികളെന്ന് മാറ്റി നിർത്തുന്നവരോട് യേശു പറഞ്ഞു, ഞാൻ വന്നത് പാപിയെ വിളിക്കുവാനാണ്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണം. തിരുവചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപികളാണ്. എന്നാൽ സമൂഹം അത് അംഗീകരിക്കണമെന്നില്ല. വലിയ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടവരെയൊക്കെയാണ് ലോകം പാപികൾ എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ്. യേശു വന്നത് പാപികളെ തേടിയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ സത്യം വ്യക്തമാണ്. യേശു വന്നത് ഈ ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടിയാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരും പാപികളാണ്. നമുക്ക് പാപമില്ല എന്നാണ് നാം പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ അതിനേക്കാളും വലിയൊരു ചതിയില്ല. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നമ്മെ ശുദ്ധീകരിക്കുന്ന, മുറിവ് കെട്ടുന്ന, സൗഖ്യമാക്കുന്ന ഒരു നല്ല വൈദ്യൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. യേശു പാപികൾക്ക് സൗഖ്യം നൽകുന്ന വൈദ്യനാണ്. യേശു ദീനക്കാരെ തേടി വന്നവനാണ്. യേശു ഒരു വൈദ്യനാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരിലും പാപവും മരണവും പരന്നിരിക്കുമ്പോൾ, പാപവും മരണവും മനുഷ്യനെ അടക്കി വാഴുമ്പോൾ, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർ ഇന്ന് പകൽ പ്രാർത്ഥിക്കും. അങ്ങനെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര് എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ പാപം തിരിച്ചറിഞ്ഞ് യേശുവിൽ ആശ്രയിച്ചാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.